നമസ്കാരം. കാനഡയിൽ നല്ലൊരു ജോലി ലഭിക്കുക, PR ലഭിക്കുക എന്നുള്ളത് പലരുടെയും ഒരു വലിയ സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്നം പോലെ തന്നെ വിദേശ തൊഴിലാളികൾക്ക് ഏറെ ഡിമാൻഡുള്ള ഒരു രാജ്യമാണ് കാനഡ. അങ്ങനെ കുടിയേറ്റക്കാരായി വരുന്നവർക്ക് ജോലിയും മികച്ച ശമ്പളവും കാനഡയിൽ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വിദേശികൾക്ക് കാനഡയിൽ വളരെ വേഗത്തിൽ ജോലി ലഭിക്കുന്ന രണ്ട് മേഖലയാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. കാനഡയിലെ വിവിധ പ്രവിശ്യകളിൽ നിലവിൽ അധ്യാപകരുടെ അളവ് കുറവാണ്. അധ്യാപകരുടെ വിരമിക്കൽ, പ്രാദേശിക അധ്യാപകർ ഇല്ലാത്തത്, കൂടുതൽ വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തുന്നത്, സ്പെഷ്യലൈസ്ഡ് വിദ്യാഭ്യാസത്തിന് കാനഡ നൽകുന്ന പ്രാധാന്യം എന്നിവ കൊണ്ടാണ് വിദേശ അധ്യാപകർക്ക് കാനഡയിൽ വലിയ ഡിമാൻഡുകൾ ഉള്ളത്. സ്കിൽഡായ അധ്യാപകർക്ക് കാനഡ കൂടുതൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡ സ്വപ്നം കാണുന്ന അധ്യാപകർക്ക് കാനഡയിലേക്കുള്ള ജോലി അവസരങ്ങൾ നോക്കാം. ഇത്തരത്തിൽ കുടിയേറ്റക്കാരായി വരുന്ന അധ്യാപകർക്ക് സ്ഥിരമായി രാജ്യത്ത് തുടരാനും PR നേടാനും സാധിക്കും. നിങ്ങൾക്ക് ഒരു അധ്യാപകനാകാനുള്ള സ്കില്ലും ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ എത്താനും ജോലി ചെയ്യാനും സാധിക്കും. ഈ അവസരം ഇവിടെ നിന്ന് പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾക്കും നാട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന ഒരു സംശയമാണ്, ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് അധ്യാപകർ ഇല്ലാത്തത് എന്നും വിദേശ അധ്യാപകർക്ക് ഡിമാൻഡ് ഉള്ളത് എന്നും. കാനഡയിൽ സ്കിൽഡായ പ്രൊഫഷണൽ അധ്യാപകർ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് പ്രധാന കാരണം അധ്യാപകരുടെ വിരമിക്കലും പുതിയ പ്രാദേശിക അധ്യാപകരെ ലഭിക്കാത്തതുമാണ്. മുൻപത്തെ അപേക്ഷിച്ച് കാനഡയിലേക്ക് പഠിക്കാനായി എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ്. കൂടാതെ വർഷം കഴിയുന്തോറും വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. കാനഡ കുടിയേറ്റം കുറച്ചുകൂടി ലളിതമാക്കിയതോടെ രാജ്യത്ത് പുതിയതായി PR ലഭിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണവും കൂടുന്നുണ്ട്. അത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളും കൂടുതലായി കനേഡിയൻ സ്കൂളുകളിൽ ഉണ്ട്. ഇവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ആവശ്യവും സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ അധ്യാപകരെ രാജ്യത്തെ സ്കൂളുകളിൽ നിയമിക്കേണ്ടി വരുന്നു. കാനഡയിൽ പ്രാദേശിക അധ്യാപകർ ഇല്ലാത്തതും വിദ്യാർത്ഥികൾ കൂടുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി അവസരങ്ങളുണ്ട്. കൂടുതലായും ഫ്രഞ്ച് ലാംഗ്വേജ്, ESL, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്, കിൻഡർഗാർട്ടൻ എന്നീ മേഖലകളിൽ പ്രാവീണ്യമുള്ള അധ്യാപകർക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത്. കാനഡയുടെ പല പ്രവിശ്യകളിലും മികച്ച അധ്യാപകരെ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ അവരുടെ വിടവ് നികത്താനും കാനഡ ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ അധ്യാപക മേഖലയിലാണ് വിദേശികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. കാനഡയിൽ അധ്യാപകരായി ജോലി ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അതിന് പ്രത്യേകം ക്വാളിഫിക്കേഷനുകൾ ആവശ്യമാണ്. അധ്യാപന യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, സ്പെഷ്യലൈസേഷനുകൾ എല്ലാം നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. ESL അധ്യാപകർക്കും ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കും കാനഡയിൽ കൂടുതൽ അവസരങ്ങളുണ്ട്. കാനഡയിൽ കൂടുതലായും ഡിമാൻഡുള്ള അധ്യാപകർ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി സ്കൂൾ അധ്യാപകർ, സെക്കൻഡറി സ്കൂൾ അധ്യാപകർ, ECE, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഇംഗ്ലീഷ് ഫ്രഞ്ച് ലാംഗ്വേജ് അധ്യാപകർ, പോസ്റ്റ് സെക്കൻഡറി ടീച്ചർ, വൊക്കേഷണൽ ട്രെയിനർ എന്നിവരാണ്. അധ്യാപകർക്ക് കാനഡ നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷനുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നാട്ടിലെ പോലെ അത്ര വേഗത്തിൽ കാനഡയിൽ ജോലിക്ക് കയറാൻ സാധിക്കില്ല. അതിന് കാനഡ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. അപേക്ഷകന് കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. സാധുവായ സർട്ടിഫിക്കേഷനും ലൈസൻസും ഉണ്ടാകണം. ഭാഷ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാം? ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് BEd, പ്രൊവിൻഷ്യൽ ടീച്ചർ സർട്ടിഫിക്കേഷൻ, ഇംഗ്ലീഷ് ഫ്രഞ്ച് ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ എന്നിവ കാണിക്കണം. കാനഡയിൽ എത്ര രൂപ ശമ്പളമായി ലഭിക്കും? വളരെ മികച്ച ശമ്പളമാണ് കാനഡയിൽ ലഭിക്കുന്നത്. ഇത് കാനഡയുടെ ഓരോ പ്രവിശ്യകൾ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഏകദേശം 40,000 കനേഡിയൻ ഡോളർ മുതൽ 1,00,000 കനേഡിയൻ ഡോളർ വരെ ഒരു വർഷം ശമ്പളമായി ലഭിക്കാറുണ്ട്. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ, അവധികളും കാനഡ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയിൽ ടീച്ചറായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ നോക്കാവുന്നതാണ്.